ഫീബ ഓൺലൈൻ മലയാളം ലൈവ് ശ്രദ്ധിക്കാൻ തയ്യാറായതിന് നന്ദി. ഇന്ന് ഞാൻ ജിബു, നമ്മോടൊപ്പം റാണിക്കുട്ടി കെ എൻ, റിട്ടയർഡ് പ്രൊഫസറാണ്. അൻസാർ വിമൻസ് കോളേജിലെ റിട്ടയർഡ് പ്രൊഫസറാണ്. പ്രൊഫസർ നമ്മളോടൊപ്പം പല പ്രാവശ്യം ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അന്ന് ജോയിൻ ചെയ്തപ്പം ജോലിയിലായിരുന്നു. ഇന്ന് ഔദ്യോഗിക ജോലിയിൽ നിന്നൊക്കെ വിശ്രമിച്ച് വിശ്രമ ജീവിതം തുടരുകയാണ്. എങ്ങനെയുണ്ട് വിശ്രമ ജീവിതമൊക്കെ മാം? കുഴപ്പമില്ല സാർ, നമസ്കാരം. ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിൽ ആദ്യം തന്നെ ഒരുപാട് നന്ദി പറയുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രൊഫഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. പക്ഷെ എല്ലാത്തിനും ഒരു ടൈം സ്പാൻ ഉള്ളത് കൊണ്ട് നമ്മൾ ആ അൻസാർ വിമൻസ് കോളേജിൽ തന്നെ ഒരു 25 വർഷം കംപ്ലീറ്റ് ചെയ്ത് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടാണ് റിട്ടയർ ആയത്. ഇപ്പോൾ നമ്മൾ ഈ ഫീൽഡിൽ തന്നെ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഓക്കെ, വളരെ സന്തോഷം ഇന്ന് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിന്. ഇന്ന് നമ്മൾ മലയാളികൾ പൊതുവെ വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. ഇന്ത്യയിലെ തന്നെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച പട്ടണവും ജില്ലയും സംസ്ഥാനവും ഒക്കെ കേരളമാണ് എന്ന് നമുക്കറിയാം. വിദ്യാഭ്യാസത്തോടൊപ്പം നമ്മൾ അറിവ് ലഭിച്ചില്ലെങ്കിൽ പലപ്പോഴും അത് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ അതിന് പ്രയോജനമില്ല. നമുക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുവാൻ ഇടയായിത്തീരണം. ഈ വർഷത്തെ SSLC പരീക്ഷയ്ക്ക് വേണ്ടി കുട്ടികൾ തയ്യാറെടുത്തു കഴിഞ്ഞു. ഓണപ്പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയൊക്കെ എഴുതി ഇനി വലിയ പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ 4,28,951 കുട്ടികളാണ് ഈ വർഷം SSLC ബോർഡ് എക്സാം എഴുതുവാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുന്നത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളൊക്കെ നമ്മളുടെ നാട്ടിൽ നല്ല ചൂട് കൂടി വരികയാണ്. അതുപോലെ പരീക്ഷാ ചൂടും ഇപ്പോൾ കൂടി വരികയാണ്. പഠിക്കുന്ന സമയത്ത് എന്നെ പോലുള്ള അത്ര നല്ല മാർക്ക് അല്ലെ പഠിക്കാൻ അത്ര ശ്രദ്ധിക്കാതിരുന്ന കുട്ടികൾ പോലും പലപ്പോഴും ഇപ്പം പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനും നല്ല മാർക്ക് വാങ്ങിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ ഫീബ ഓൺലൈൻ മലയാളം ലൈവിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പരീക്ഷ കാലത്തെ പറ്റിയാണ്. ഇന്നത്തെ നമ്മുടെ പ്രധാന ചർച്ച കുട്ടികളുടെ പരീക്ഷയ്ക്ക് വേണ്ടി അവരെ എങ്ങനെ ഒരുക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അവസാന സമയത്ത് അവരെ സഹായിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇന്ന് നമ്മോടൊപ്പമുള്ള റാണിക്കുട്ടി ടീച്ചർ നമ്മൾ കുട്ടികൾക്കും നമ്മളെ കേൾക്കുന്നവർക്കും പ്രയോജനമുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം, ശ്രദ്ധിക്കാം. മാം, എന്തിനാണ് നമ്മൾ ഈ പഠിക്കുന്നത് എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. പഠനം എന്തിനാണ്? പഠിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. എന്തായിരിക്കും, എന്തിനു വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ മാം അതിനുള്ള ഉത്തരവ് എന്തായിരിക്കും? കുട്ടികളോട് നമ്മൾ പഠിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു നോർമലി ആവറേജ് ആളുകളോട് ചോദിച്ചാൽ അവരെന്തായിരിക്കും പറയാ? സാറിനും ആൻസർ അറിയാം. നല്ല ജോലി കിട്ടണം, നന്നായിട്ട് ഈ കാലം അടിച്ചു പൊളിച്ച് ജീവിക്കണം, കുറച്ച് മാത്രം പഠിക്കുക, നല്ല ജോലിയിലേക്ക് കയറുക, നല്ല സാലറി വാങ്ങുക, ലൈഫ് എൻജോയ് ചെയ്യുക. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പൊ ആരോട് ചോദിച്ചാൽ അങ്ങനെ ഒരു ആൻസർ ആണ് നമുക്ക് കിട്ടുക. പക്ഷെ നമുക്കറിയാം, കുറച്ചും കൂടി ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഒരു ജീവിതമാർഗം വേണം, നമുക്ക് നല്ലൊരു ജോലി വേണം, വരുമാന മാർഗം ഒക്കെ വേണം. എന്നാലും മനുഷ്യനായി ജീവിക്കണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസം നമുക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ ആ മനുഷ്യത്വം പരമായിട്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ അറിവ് നമുക്ക് എവിടുന്ന് വേണമെങ്കിലും സമ്പാദിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്ക് അറിവ് സമ്പാദിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാം നമ്മുടെ വിരൽ തുമ്പിലെന്ന് പറയുന്നത് പോലെ നമുക്ക് ഇതേപോലെ ഓൺലൈൻ ഒരുപാട് മാധ്യമങ്ങൾ സോഴ്സ് ഉള്ളത് കൊണ്ട് അറിവ് നമുക്ക് എവിടുന്ന് കിട്ടും, എവിടുന്ന് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ഈ കിട്ടുന്ന അറിവുകൾ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഫീൽഡും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ഒരു കുട്ടി വളർന്നു വരുമ്പോൾ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് മാത്രം അവർക്ക് സംസ്കാരം ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ സംസ്കാരമുള്ള ഒരു യുവജനതയെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് കാലാനുസൃതമായിട്ട് ലോകത്തിൽ വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് ചേഞ്ചസ് നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പൊ പണ്ട് കാലത്ത് നമ്മൾ ഇന്റർനെറ്റ് ഉണ്ടായിട്ടൊന്നും അല്ല നമ്മളൊന്നും പഠിച്ചത്, അല്ലേ? പക്ഷെ ഇന്ന് പിറന്നു വീഴുന്ന ഒരു കുഞ്ഞ് കാണുന്നത് ഇന്റർനെറ്റും മൊബൈലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയാസും ഒക്കെയാണ്.
അപ്പം ഏതെങ്കിലും ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഏറ്റവും കൂടുതൽ അത് യൂസ് ചെയ്യുന്നത് വളർന്നു വരുന്ന പുതിയ തലമുറയും അതേപോലെ തന്നെ യുവജനങ്ങളും ആവും. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ ഒരു നെസസിറ്റി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ അറിവ് ഒരിക്കലും ഒരു ക്ലാസ് റൂമിലോ അല്ലെ ഒരു ബുക്കിലോ അല്ലെ ഒരു സിലബസിലോ ഒതുങ്ങുന്നത് മാത്രമല്ല, അതിനേക്കാളിലൊക്കെ ഒരുപാട് അറിവുകൾ നമ്മൾ സമ്പാദിക്കുകയും ഒരു മനുഷ്യത്വപരമായിട്ട് ജീവിക്കാൻ, അതായത് ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനും അതനുസരിച്ച് അവരോട് പെരുമാറാനുമുള്ള ഒരു സ്വഭാവ രൂപീകരണം കൂടിയാണ് നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്നത് ജോലി ലഭിക്കുന്നതോടൊപ്പം തന്നെ പല കാര്യങ്ങളും സമൂഹത്തിന് നന്മ ചെയ്യാനും നമ്മളുടെ ജീവിതത്തിൽ പല അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്ന പരീക്ഷയുടെ ഒരു പരീക്ഷ തുടങ്ങാൻ പോവുകയാണ് കുട്ടികൾ. ഇപ്പം എന്തായാലും ഇപ്പം 2 മാസം കൊണ്ട് ഈ വർഷത്തെ മുഴുവൻ കാര്യങ്ങളും പഠിച്ചെഴുതുകയൊന്നും സാധിക്കത്തില്ല. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സമയത്ത്, ഇപ്പൊ ഇനി 1 മാസം കൂടെ പരീക്ഷയ്ക്കുണ്ട്, ആ ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾക്ക് ചെയ്യേണ്ടത്, വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ടത്? എന്താണ് മാമിന്റെ 25 വർഷത്തിലധികമുള്ള അധ്യാപന ജീവിതത്തിൽ നാം കണ്ടുവന്ന കാര്യങ്ങളുമൊക്കെ കുട്ടികൾക്ക് ഒരുപക്ഷെ പ്രയോജനമായിരിക്കും? അതായത് ഇന്നത്തെ പുതിയ ന്യൂ ജനറേഷന്റെ ഒരു സ്റ്റഡിയുടെ ഒരു സ്റ്റൈലും അല്ലെ ഒരു പഠിത്തത്തിന്റെ ഒരു സ്റ്റൈലും പഴയ തലമുറയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്നത്തെ കുട്ടികളൊക്കെ സ്റ്റഡി ലീവ് കിട്ടുമ്പോഴോ അല്ലെ എക്സാമിന്റെ തലേദിവസം മാത്രം വർക്കൗട്ട് ചെയ്യുന്ന കുട്ടികളാണ്. അപ്പൊ അവർ അത്ര ദിവസം അവരിൽ ആവശ്യമായിട്ട് നടക്കും, ക്ലാസ്സിൽ പോകും. ഇപ്പൊ കോളേജ് ലെവലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, കുറച്ച് ക്ലാസ്സിൽ കയറും, കയറാതിരിക്കും, അങ്ങനെയൊക്കെ. ഇപ്പം ഈ ഒരു ഷോർട്ട് സ്പാനിൽ അല്ലെങ്കിൽ ഒരു ഷോർട്ട് പീരീഡില് ഇപ്പൊ നമ്മളിപ്പോ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് 10th പ്ലസ് 2കാരെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള ചെറിയ ക്ലാസ്സുകൾക്കൊക്കെ എക്സാം ആണ്, എല്ലാവരും എക്സാമിനെ ഫേസ് ചെയ്യണം. പക്ഷെ നമുക്കറിയാം ഒരു മനുഷ്യന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആണ് 10th എന്ന് പറയുന്നതും പ്ലസ് 2 എന്ന് പറയുന്നത്. കാരണം എവിടെ നിന്നാണ് നമുക്കൊരു തിരിവ് ആവശ്യമുള്ളത്, ഒരു കുട്ടിയുടെ ജീവിതത്തിൽ എവിടെ നിന്നാണ് ഒരു ടേണിംഗ് പോയിന്റ് ആവശ്യം ഉള്ളത് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണ് 10th ക്ലാസ്സും അതേപോലെ പ്ലസ് 2 എന്ന് പറയും. ഇപ്പൊ നമുക്കറിയാം ഇന്ന് ജനുവരി 14 ആണ്, ജനുവരി 14 ഇനി എക്സാമിലേക്ക് പോകാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അക്കാഡമിക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പോർഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ ടീച്ചേഴ്സും കവർ ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പം റിവിഷന്റെ ടൈമാണ്. ഇപ്പൊ സ്കൂളുകളൊക്കെ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വീക്കായിട്ടുള്ള സ്റ്റുഡൻസിനെ 4 മണി സമയം കഴിഞ്ഞാൽ ഒരു 5-5:30 വരെയൊക്കെ സ്റ്റേ ബാക്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ അതിൽ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ കുറച്ച് വീക്കായ സ്റ്റുഡൻസിനെ അവരവിടെ ഇരുത്തി പഠിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുക. പക്ഷെ ചില സ്കൂളുകൾ ഹോൾ ക്ലാസ്സിനെ അവിടെ ഇരുത്തുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ മാത്സ് ആണ് അവർ പഠിക്കുന്നെങ്കിൽ മാത്സിന്റെ സാറോ ടീച്ചറോ അവിടെ ഉണ്ടാവും. ഇമ്പോർട്ടന്റ് ഏരിയയിലുള്ള കാര്യങ്ങൾ അവിടെ ഇരുത്തി തന്നെ, കാരണം നമുക്കറിയാം വീട്ടിലേക്ക് കുട്ടികൾ പോയാൽ അവർ കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്യുന്നത് മൊബൈല് അതേപോലെ സോഷ്യൽ മീഡിയ ആയിരിക്കും. TV കണ്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ടാവും. പിന്നെ പാരന്റ്സ് ഇപ്പൊ പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല, അതുകൊണ്ട് സ്കൂളിൽ അവർ ഇരുന്നോട്ടെ പഠിച്ചോട്ടെ, ഇതൊക്കെയാണ് പേരൻസിന്റെ പരാതികൾ. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കാനുള്ളത് ശരിക്കും എക്സാമിലേക്ക്, അതായത് മോഡൽ എക്സാമിന് മുമ്പായിട്ട് പഠിച്ച പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, എടുത്ത സിലബസ് ഫുൾ അവർ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് എക്സാമിന്റെ തലേദിവസം ഞാൻ പഠിച്ചോളാം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കുട്ടിക്കും നടക്കാത്ത കാര്യമാണ്. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യുക. ടോട്ടൽ എത്ര ദിവസം നമുക്ക് കിട്ടും, ഫോർ എക്സാമ്പിൾ നമുക്കൊരു 65 days കിട്ടുമെന്ന് വിചാരിക്കുക. അത്ര ഉണ്ടാവില്ല, പക്ഷെ അത്ര കിട്ടുമെന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് സബ്ജക്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് 4 ദിവസമോ 5 ദിവസമോ അല്ല അതിൽ കുറവ് ദിവസങ്ങളായിരിക്കും. ഇങ്ങനെ കിട്ടുന്ന ഈ 4 ദിവസം, ഒരു സബ്ജക്റ്റിന് പഠിക്കാൻ കിട്ടുന്ന 4 ദിവസം എങ്ങനെ ഇവർ യൂട്ടിലൈസ് ചെയ്യുന്നു? നമുക്കറിയാം ഒരു സബ്ജക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും, അപ്പൊ അത് പറ്റില്ല. അപ്പൊ ഇവർ ചെയ്യേണ്ടത് 6 സബ്ജക്റ്റ് ഒരു കുട്ടിക്ക് പഠിക്കാനുണ്ടെങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്ത് ഓരോ ദിവസവും എത്ര മണിക്കൂർ നമുക്ക് പഠിക്കാം, ഏതൊക്കെ ടോപ്പിക്ക് നമുക്ക് ആ ടൈമിൽ പഠിച്ചു തീർക്കാം, ഇതുപോലെ വ്യക്തമായ ഒരു ടൈം ടേബിള് ചാർട്ട് ചെയ്ത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഉറപ്പായിട്ടും അവൻ ഉദ്ദേശിക്കുന്ന മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പൊ നമ്മൾ ഒരു ഐഡിയ ഇല്ലാതെ, ഒരു പ്രീ പ്ലാൻ ഇല്ലാതെ നമ്മൾ സ്റ്റഡീസിലേക്ക് പോയാൽ ഇവിടുന്ന് കുറച്ച് പഠിക്കും, അവിടുന്ന് കുറച്ച് പഠിക്കും, അത് കൺഫ്യൂഷനായി, ഇത് കൺഫ്യൂഷനായി, ആ ടോപ്പിക്ക് കവർ ചെയ്തില്ല, അങ്ങനെ തീരെ കോൺഫിഡൻസ് ലെവലിൽ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ എക്സാം എഴുതാൻ പോകേണ്ട ഒരു അവസ്ഥ വരാം. അപ്പൊ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു കുട്ടി എത്ര ദിവസം അവന് കിട്ടും ആകെ, ആ ദിവസങ്ങളിൽ ഒരു സബ്ജക്റ്റിന് എത്ര ദിവസമായിരിക്കും കിട്ടുക, അത് വെച്ചിട്ട് അവർ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഒരു ടൈം ടേബിൾ അവർ സെറ്റ് ചെയ്യുക. അതാണ് ആദ്യം ഒരു കുട്ടി ചെയ്യേണ്ടത്. ഓക്കെ,
ഈ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇനിയും 4 ദിവസം കൊണ്ട് ഒരു സബ്ജക്ട് പഠിക്കുക, അപ്പൊ അത് ഒത്തിരി അവർക്ക് ഹെട്ടിക്കായി പോവോ? ഈ സമയത്ത് അവര് ഉറക്കളച്ച് പഠിക്കുന്ന ചിലരുണ്ട്, ചിലപ്പം ഒന്ന് വിശ്രമമൊന്നും എടുക്കാതെ പഠിക്കുന്ന ആളുകളുണ്ട്, ആഹാരം സമയത്ത് കഴിക്കാത്ത കുട്ടികളുണ്ട്, ചിലപ്പോൾ ഒന്നിനും സമയമില്ലാതെ വരുമ്പോൾ ഉറക്കമൊക്കെ മാറ്റിവെച്ച് പഠിക്കുന്ന കുട്ടികളില്ലേ? ഇതൊക്കെ എങ്ങനെയാണ് അവരുടെ ശാരീരിക ജീവിതത്തെയും ബാധിക്കുകയില്ലേ ചിലപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രെയിൻ എടുത്ത് പഠിക്കുന്നത്? തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ അതിൽ ചെയ്യേണ്ട എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ടെൻഷൻ എന്തായാലും ഉണ്ടാവും. അത് എത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ പോലും ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് ഒരു കുട്ടി പോലും എക്സാം എഴുതുന്നതായിട്ട് നമുക്ക് അറിയില്ല, അങ്ങനെ ഉണ്ടാവില്ല. അതേസമയം ചില കുട്ടികൾ കുറച്ചും കൂടെ കോൺഫിഡന്റ് ആണ്, പറ്റും, എന്നെ കൊണ്ട് അയക്കാൻ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ഈ ടൈമിൽ അവർക്ക് വളരെ ഷോർട്ട് കട്ടിൽ ചെയ്യാവുന്ന കുറെ ടിപ്സുകൾ അവർക്ക് കൊടുക്കുക. അത് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. ആദ്യം നമ്മൾ അവരോട് പറയുന്നത് എന്താണെന്ന്, മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാണ് അവരോട് പറയുക. അത് അവർക്ക് ഉണ്ടായിരിക്കണം. ഈ ടൈമിൽ ഇത്ര സമയത്തിൽ നമ്മൾ എഴുന്നേൽക്കുക, ഇത്ര സമയത്തിൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഒരു ദിവസത്തിനെ നമ്മൾ 24 hours ഷെഡ്യൂൾ ചെയ്യുക. അപ്പോൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് ഒന്ന് സ്ട്രോങ് ആകും. അതായത് ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സാറിനും അറിയാം, അവര് രാത്രി വളരെ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ആളുകളാണ്, വളരെ ലേറ്റ് ആയിട്ട് എഴുന്നേക്കും, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, ഉച്ചക്കത്തെ ലഞ്ചും കൂടി ആയിരിക്കും അവർ കഴിക്കുക. അങ്ങനെ ആകെ ഒരു ഡിസോർഡർ ലൈഫാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ ഫോളോ ചെയ്യുക ഓൾമോസ്റ്റ്. അപ്പൊ ഇത് ഉറപ്പായിട്ടും അവരുടെ ഒരു ആരോഗ്യത്തെ ബാധിക്കും എന്തായാലും. ഇപ്പൊ വീട്ടില് കുറെ സമയം ഫുഡ് കഴിക്കാതെ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫാസ്റ്റ് ഫുഡ് എന്തെങ്കിലും കഴിക്കും, അത് അവരുടെ ഡൈജഷനെ ബാധിക്കും, ഗ്യാസ് പ്രോബ്ലംസ് ഉണ്ടാവും. അങ്ങനെ കുട്ടികൾ ഒട്ടും ഹെൽത്തി അല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഹോംലി ഫുഡിനെക്കാട്ടിലും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ഇതേപോലെയുള്ള എന്താ പറയുക ജങ്ക് ഫുഡുകളാണ്. ജങ്ക് ഫുഡുകളെ കുറിച്ച് നമുക്കറിയാം, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പൊ ഇതിൽ അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വളരെ ഹെൽത്തി ആയിട്ട് ഒരു ലൈഫ് സ്റ്റൈല് ഫോളോ ചെയ്യുക. എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അലാറം വെച്ച് 5 മണിക്ക് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ അലാറം ഓഫ് ചെയ്ത് വീണ്ടും കിടന്നുറങ്ങുക എന്നല്ല. 5 മണിക്ക് ഒരാൾ എഴുന്നേറ്റിരിക്കണം. എന്നിട്ട് അവര് എത്ര സമയം സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, അതിനോടനുബന്ധിച്ച് ചിലപ്പോൾ ഈ എയറോബിക് പോലുള്ള ചെറിയ എക്സസൈസുകൾ അവർ ചെയ്യാം. നമ്മുടെ ഫിസിക്കലി നമ്മൾ കുറച്ചും കൂടെ വാമപ്പ് ആകുന്ന ചെറിയ എക്സസൈസുകളാവാം. ആൺകുട്ടികളൊക്കെ ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന കുട്ടികളുണ്ടാവും. അപ്പം ആ രീതിയിൽ കുറച്ച് സമയം, ഫുൾ ടൈം അല്ല, കുറച്ച് സമയം അങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്പെൻഡ് ചെയ്യുക. പിന്നെ പറയുന്നത് സ്ലീപ്പ് വെൽ എന്നാണ് നമ്മൾ പറയുക. കുട്ടികൾ പണ്ട് പറയും ഒരു 6 മണിക്കൂർ മിനിമം അവർ ഉറങ്ങേണ്ട ഒരു അവസ്ഥയുണ്ട്. ആരോഗ്യമുള്ള ഒരാൾ 6 മണിക്കൂർ ഉറങ്ങണമെന്നാണ് ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്നത്. 6 മണിക്കൂർ ഉറങ്ങണമെന്നൊന്നും നിർബന്ധമില്ല, പക്ഷെ 4 മണിക്കൂർ ആണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡീപ്പ് സ്ലീപ്പ് നമുക്ക് ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാത്രി നന്നായാൽ, ഒരു ബെഡിന്റെ പരസ്യം പോലെ, രാത്രി നന്നായാൽ പകൽ നന്നാവും എന്ന് പറയുന്ന പോലെ, അത്യാവശ്യത്തിന് ഒരു മനുഷ്യൻ ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മുടെ ഡേ ഫുൾ ടൈം നമ്മൾ എന്താ പറയാ, ആകെപ്പാടെ നമ്മൾ ഭയങ്കര ലേസി ആയിരിക്കും ഫീൽ ചെയ്യുക. അപ്പോൾ ആവശ്യത്തിന് ഒരു കുട്ടി ഉറങ്ങിയിരിക്കണം. അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഹോംലി ഫുഡുകൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പേരൻസ് കുറച്ചും കൂടെ ട്രൈ ചെയ്യുക. അപ്പൊ അവര് കാണുന്ന പാക്കറ്റ് ഫുഡ് കഴിച്ച് ഈ ഒരു ടൈമിൽ ഹോസ്പിറ്റലിൽ പോവുക, അഡ്മിറ്റ് ആവുക, അല്ലെങ്കിൽ അവർക്ക് വോമിറ്റിംഗ് ഉണ്ടാകുക, പനി ഉണ്ടാകുക, പ്രശ്നങ്ങൾ ഉണ്ടാവാതെ അവരെ പരമാവധി നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു ടൈമാണ്. അതുപോലെ കളിക്കാനൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ കാല് തട്ടി വീണു, അല്ലെ കൈ മുറിഞ്ഞു, ഇതൊക്കെ നമ്മൾ ഈവൻ ജനല് നമ്മൾ അടയ്ക്കുമ്പോൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എക്സാം എഴുതുന്നത് കൈകൊണ്ടാണ്. അപ്പം അതിലൊന്നും നമുക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാത്ത രീതിയിൽ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരുക്കി എക്സാം ഹോളിൽ കൊണ്ടുപോയി അവരെ പരീക്ഷ എഴുതിക്കാനുള്ള ഉത്തരവാദിത്വം ഇന്നത്തെ നമുക്ക് ടീച്ചേഴ്സിനും ഉണ്ട്, അതേപോലെ തന്നെ അവരുടെ പാരൻസിനും ഉണ്ട്. അപ്പൊ കുടുംബങ്ങളിൽ പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് കൂടുതൽ ടെൻഷൻ വീട്ടിൽ നിന്ന് കൊടുക്കാതിരിക്കുക, കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ശ്രദ്ധിക്കാൻ ചെയ്യേണ്ടത് നല്ല ഒരു ലൈഫ് സ്റ്റൈൽ അവര് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഈ മാതാപിതാക്കൾ അവരെ സഹായിക്കണം എന്ന് പറഞ്ഞു. അതോടൊപ്പം ചിലപ്പോഴൊക്കെ ചില മാതാപിതാക്കൾ പറയാറുണ്ട്, പരീക്ഷ സമയത്ത് നീ പഠിക്കുക എന്ന് പറഞ്ഞു. ചിലപ്പോൾ അങ്ങനൊരു കാര്യം പറയുമ്പോൾ അവരന്നേരം പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, അവരെ വീണ്ടും അത് ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലുള്ളൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടാക്കാറില്ലേ? ഇങ്ങനെ പറയാം, അതിലും നല്ലത് നീ പഠിക്കണം, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നീ പഠിക്കുന്നതൊക്കെ നല്ല ഒരു പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ പറയുന്ന മാതാപിതാക്കൾ പറയാൻ ശ്രദ്ധിക്കണ്ടേ? തീർച്ചയായിട്ടും
അതായത് എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ് ഇന്നത്തെ കാലത്തെ പാരന്റിങ് എന്ന് പറഞ്ഞാൽ. പണ്ട് കാലത്ത് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം കണ്ടാൽ അവർ പരമാവധി വടിയെടുത്ത് അടിച്ചു, അവര് അങ്ങനെയുള്ള ഒരു പാരന്റിങ് ആണ്. ഇന്നത്തെ കാലത്തെ പാരന്റിങ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെയാണ് പേരൻസ് അവരോട് പെരുമാറി. എന്നാലാണ് കുട്ടികളിലേക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുക. അവർ ഭയങ്കര അതോറിയനായിട്ട് വളരെ റൂഡായിട്ട് ഒരിക്കലും കുട്ടികളോട് പറഞ്ഞാൽ ഇന്നത്തെ തലമുറ അതായത് ഓവർ പ്രഷർ പാരന്റ്സ് കൊടുക്കരുത്. അവർ പഠിക്കുന്നുണ്ടെങ്കിൽ ഇരിക്കട്ടെ, അവരോട് സ്നേഹമായിട്ട് ചോദിക്കുക എത്രമാത്രം പഠിച്ചു. പക്ഷെ അറ്റ് എ ടൈം അവർ പഠിക്കുന്നുണ്ടോ, അതോ അവർ മൊബൈലിൽ കളിക്കുകയാണോ, അവരുടെ ഫ്രണ്ട്സുമായിട്ട് എത്ര നേരം അവർ ചാറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, ഈ ഫ്രണ്ട്ഷിപ്പിലുള്ള കുട്ടികൾ പഠിക്കുന്ന കുട്ടികളാണോ അതോ ഉഴപ്പുന്ന കുട്ടികളാണോ, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്, ഇതൊക്കെ ഓരോ പാരന്റും അറിഞ്ഞിരിക്കണം. പിന്നെ എന്താന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം കമ്പാരിസൺ ആണ്. അവര് മറ്റുള്ളൊരു കുട്ടിയായിട്ട് നീ നോക്കി അപ്പുറത്തെ വീട്ടിലെ കുട്ടി ഫുൾ ടൈം പഠിക്കുകയാണ് എന്നൊന്നും അവരോട് പറയരുത്. ഒരാൾക്ക് പോലും, ഇപ്പൊ മുതിർന്നവരാണെങ്കിൽ പോലും വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ കുട്ടികൾ പഠിക്കട്ടെ, പോസിറ്റീവായിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, അതാണ് ചെയ്യാനുള്ളത്. അല്ലാതെ വളരെ റാഷായിട്ട് റൂഡായിട്ടുള്ള ആവശ്യമില്ലാത്ത വേർഡ്സ് ഒക്കെ ഉപയോഗിച്ച് അവരെ വഴക്ക് പറഞ്ഞ് ചീത്ത പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തി നീ തോറ്റു പോവുകയുള്ളൂ, നീ അതൊന്നും കുട്ടികളോട് പറയരുത്. പേരൻസ് ഒരിക്കലും ശാപവാക്കുകൾ കുട്ടികളുടെ മേലിൽ പറയരുത്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് വേണ്ടി പാരൻസിന്റെ പ്രാർത്ഥന എപ്പോഴും ഒരു ബ്ലെസ്സിങ് ആയിരിക്കും. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക, അവർക്ക് ആവശ്യമുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുക, അവരെ ചേർത്ത് പിടിക്കുക. അപ്പം ഒരുവിധം കുട്ടികളൊക്കെ എന്ത് ചെയ്യും, വേറൊരു രീതിയിലേക്ക് പോവാതെ അവരോട് നല്ലൊരു ഗോൾ സെറ്റിംഗ് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കണം. മോൻ എന്താകാനാണ് ആഗ്രഹം? ഒരിക്കലും പാരൻസിന്റെ ആഗ്രഹം കുട്ടികളിലേക്ക് നമ്മൾ അടിച്ചേൽപ്പിക്കരുത് സാർ. കാരണം ഒരു കുട്ടിക്ക് ഡോക്ടർ ആകാൻ ഇഷ്ടമില്ല, അവന് വേറെ ഏതെങ്കിലും ഒരു മേഖലയായിരിക്കും ഇഷ്ടം. പക്ഷെ അയലത്തെ കുട്ടി ഡോക്ടർ ആയതുകൊണ്ട് എൻ്റെ കുട്ടിയും ഡോക്ടർ ആവണമെന്ന് വാശി പിടിക്കുന്നത് പേരൻസിന്റെ ഫോൾട്ട്. എന്താണ്, ഓരോ കുട്ടിക്കും ഇൻബൗണ്ട് ആയിട്ട് അവർക്ക് കുറച്ച് കാലിബർ ഉണ്ട്. ആ ഒരു ഫീൽഡിലേക്ക് അവരെ നമ്മൾ ഡൈവേർട്ട് ചെയ്താൽ അവർ ആ ഫീൽഡിൽ അവരെന്താവും, സക്സസ് ആവും. അപ്പൊ ഒരിക്കലും ഓവർ പ്രഷർ പേരൻസ് കൊടുക്കരുത്. അറ്റ് എ ടൈം അവരോട് ചേർന്ന് നിന്നിട്ട് പരമാവധി പഠിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുക. അവർക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ കൊടുക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കണമെന്നല്ല. കുട്ടികൾ ഈ ഒരു ടൈം, അതായത് അവരുടെ എക്സാം കഴിയുന്നത് വരെ ഒരു എക്സ്ട്രാ കെയർ കൊടുത്ത് അവരുടെ ഒപ്പം, നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ ഉണ്ട് എന്നുള്ളൊരു ഫീല് കുട്ടികൾക്ക് വരുത്തി അവരെ എക്സാം ഹോളിലേക്ക് പറഞ്ഞു വിടുക എന്നുള്ളതാണ് പേരൻസിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളത്. ഇപ്പൊ വീട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് TV കാണുന്നു, ഇപ്പൊ ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ സീരിയലുകൾ, അവരുടേതായ ലോകത്തിലാവും, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റി കുട്ടികളെ സെപ്പറേറ്റ് ചെയ്ത് അവർക്ക് പഠിക്കാനുള്ള ഒരു ബെറ്റർ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പേരൻസിന്റെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ശരിക്കും ഇപ്പം മാം പറഞ്ഞതുപോലെ TV ഒക്കെ കാണുകയും സീരിയലൊക്കെ കാണുകയും ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ഈ പരീക്ഷാ സമയത്ത് അങ്ങനെയുള്ള TVയും റേഡിയോ ഒക്കെ ഉറക്കെ വയ്ക്കുമ്പോൾ കുട്ടികളുടെ പഠനത്തിന് അതൊരു അവരുടെ ശ്രദ്ധ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സ്ഥിരം നമ്മുടെ വീടുകളിലൊക്കെ സന്ദർശിക്കാൻ വരുന്ന ആളുകളുണ്ട്. അത് തെറ്റാന്നല്ല, പക്ഷെ അവർ ഒത്തിരി നേരം വന്നിങ്ങനെ വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കും. ഈ സമയത്ത് പരീക്ഷാ കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് അല്ലെ? നമ്മൾ ഒരു സ്ഥലത്ത് പോയാൽ പരീക്ഷ എഴുതുന്ന ഒരു കുട്ടി ആ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ദിവസം പെട്ടെന്ന് തന്നെ പോയ കാര്യം സാധിച്ച് പെട്ടെന്ന് ഒരു ഒത്തിരി സമയം ഇരുന്ന് സംസാരിക്കാതൊക്കെ തിരിച്ചു വരണം. തീർച്ചയായിട്ടും സാർ. നമ്മൾ ഫംഗ്ഷനുകളൊക്കെ, വീട്ടിൽ ഫംഗ്ഷനുകളൊക്കെ വെക്കുമ്പോൾ ഇതൊക്കെ ഈ കുട്ടികളുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗെറ്റ് ടുഗദറോ അല്ലെങ്കിൽ ഫാമിലി ഗെറ്റ് ടുഗദറോ അങ്ങനെയൊക്കെ ഉണ്ടാകും. അതൊക്കെ ഈ എക്സാമിനെ ബാധിക്കാത്ത രീതിയിൽ നമ്മൾ പാരൻസ് അതൊക്കെ ഫിക്സ് ചെയ്യുന്നത് നല്ല കാര്യമാണ്. കാരണം ഈ കുട്ടികൾ എപ്പോഴും അവർ സെലിബ്രേഷൻ മൂഡിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ച് സ്റ്റഡീസിലേക്ക് വരാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങളൊന്നും അവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ പേരൻസും ഗ്രാൻഡ് പേരൻസും ഒക്കെ എല്ലാവരും കൂടി നമ്മൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. അതാണ് നമുക്കിപ്പോ ഈ ഒരു ടൈമിൽ നമുക്ക് പറയാനുള്ളത്. നമുക്ക് കുറച്ച്, അതായത് കുട്ടികൾക്ക് ഇൻഫർമേഷൻസ് ഒരുപാട് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ പഠിക്കാനുള്ള സിലബസിനെ കുറിച്ചൊക്കെ വ്യക്തത ഉണ്ടായിരിക്കണം കുട്ടികൾക്ക്. ഇപ്പം ഈ പ്രാവശ്യം ക്രിസ്മസ് എക്സാമിന് സ്റ്റേറ്റ് സിലബസുകാർക്ക് അവരുടെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ മാറി. കുട്ടികൾ കുറെ പേര് അതിനകത്ത് ഫെയിലായി എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പണ്ട് ഫോളോ ചെയ്യുന്ന അതേ രീതിയല്ല ഇപ്പൊ അവർ ഫോളോ ചെയ്യുന്നത്. ക്വസ്റ്റ്യന്റെ പാറ്റേൺ മാറി. അപ്പം ഒരു കുട്ടി ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതിന്റെ സിലബസ് അവന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അത് മസ്റ്റാണ്.
അപ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ എങ്ങനെയാണ്, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കാണ്, ടോട്ടൽ എത്ര മാർക്കുണ്ട്, ഈ ടോട്ടൽ മാർക്കിനെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അസൈൻ ചെയ്തിരിക്കുന്നതെന്നൊക്കെ ആ കുട്ടിക്ക് അറിയണം. ചില കുട്ടികളോട് നമ്മൾ ചോദിക്കുമ്പോൾ അറിയാം ഔട്ട് ഓഫ് എത്രയാണ്, അതറിയില്ല, എനിക്ക് ഇത്ര മാർക്ക് കിട്ടി, ടോട്ടൽ എത്രയാണെന്ന് അറിയില്ല. അപ്പൊ ആ കുട്ടിക്ക് എന്താണ് ആ സബ്ജക്റ്റിന്റെ ടോട്ടൽ മാർക്കിനെ കുറിച്ചോ സിലബസിനെ കുറിച്ചോ മാർക്ക് അസൈൻമെന്റിനെ കുറിച്ചോ ഒരു വ്യക്തതയില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സ്കൂളിലെ ടീച്ചേഴ്സ് പറയുന്നുണ്ടാകും, കുട്ടികളെ ചിലപ്പോൾ അത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പൊ അവർ പഠിക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ചും ആ സിലബസിനെ കുറിച്ചും, ഒരു സബ്ജക്റ്റിൽ എത്ര ചാപ്റ്റർ ഉണ്ട്, ഇതിൽ ഇപ്പോൾ സാധാരണയൊക്കെ നമ്മൾ പറയും 40-60% ഒക്കെ പറയും. അതായത് ഇത്ര മാത്സ് ഒക്കെ ആണെങ്കിൽ 60% പ്രോബ്ലം, 40% തിയറി എന്നൊക്കെ പറയും. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നവർ ചിലപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വിടാറുണ്ട്. അപ്പൊ അവരോട് പറയണത്, നിങ്ങൾ പ്രോബ്ലം മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ തിയറി വന്നാൽ പ്രശ്നമാകും, നിങ്ങൾ തിയറി മാത്രം പഠിച്ചു പോയാൽ പ്രോബ്ലം വന്നാൽ പ്രശ്നമാകും. അതുകൊണ്ട് നിങ്ങൾ എല്ലാ പോർഷൻസും കവർ ചെയ്തതിന് ശേഷം മാത്രം എക്സാമിന് പോകണമെന്നുള്ളത് കുട്ടികളോട് നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ ഈ സെലക്റ്റീവായിട്ട് പഠിക്കുന്ന ഒരു ട്രെൻഡ് നമ്മുടെ കുട്ടികളിലുണ്ട്. അതായത് അതങ്ങോട്ട് ഒഴിവാക്കാം. എന്തായാലും നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും, സെലക്ഷൻ ഉണ്ടാവും. പക്ഷെ ഇനിയുള്ള കാലത്ത് നമ്മൾ അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. എല്ലാ പോർഷൻസും സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്ത് എക്സാം ഹാളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകും. അതായത് റൂമില്, എക്സാം റൂമില് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ ഞാനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ച് ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചായിരിക്കാം തുടങ്ങി. എല്ലാവരും പ്രാർത്ഥിച്ചാണ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും. പിന്നീട് ആ ഓരോ ഓരോ സെഷൻ ഉണ്ടല്ലോ, അതിന്റെ ലോങ് ആൻസേഴ്സ് ഉണ്ട്, ഷോർട്ട് ആൻസേഴ്സ് ഉണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ സമയം ചിലപ്പോൾ ചില കുട്ടികൾ പറയാറുണ്ട്, എനിക്ക് കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നു, ഞാൻ കുറച്ചുകൂടെ എഴുതിയേനെ. അപ്പൊ അങ്ങനെയുള്ള പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മുടെ സമയം സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അത് എന്താണ് കുട്ടികളോട് പറയാനുള്ളത്? അതായത് നമുക്കിപ്പോൾ അറിയാം ഒരു എക്സാം എത്ര ടൈമാണ്. ഫോർ എക്സാമ്പിൾ 2.5 മണിക്കൂർ എക്സാം ഉള്ള ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടി 2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ കംപ്ലീറ്റ് ആൻസർ എങ്ങനെ നമുക്ക് എഴുതി തീർക്കാമെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടാവണം. കാരണം ഒരു എസ് എ ക്വസ്റ്റ്യൻ എഴുതാനായിട്ട് നമുക്കറിയാം മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുക. ഇപ്പോൾ 8 മാർക്കുള്ള ഒരു എസ് എ ആണെങ്കിൽ നമുക്കൊരു 2-3 പേജ് എങ്കിലും നമ്മൾ എഴുതിയാലാണ് നമുക്ക് കുറച്ച് മാർക്ക് കിട്ടുക. അപ്പൊ ഈ കുട്ടി ആ ടോട്ടൽ ക്വസ്റ്റ്യനെ നമ്മളിപ്പോൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യനും കൊണ്ട് ചിലരിയ്ക്കും കുറേ സമയം. 1 മാർക്കാണ് അവർക്ക് എഴുതാനുള്ള ഒരു മാർക്കേ കിട്ടുള്ളൂ. അത് അവരെന്ത് ചെയ്യും, വേണമെങ്കിൽ ഒരു ഫുൾ പേജ് എഴുതി വെക്കും. അപ്പൊ ഒരു ഡെഫിനിഷൻ ആണെങ്കിൽ ആ ഡെഫിനിഷൻ കറക്റ്റ് ആണെങ്കിൽ ആ കുട്ടിക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പൊ എന്ത് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളിപ്പോ എക്സാം ഹാളിലേക്ക് അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. എക്സാം ആ കറക്റ്റ് ടൈമിന് ഒരിക്കലും നമ്മൾ ഓടിക്കേറി എക്സാം ഹാളിലേക്ക് പോവരുത്. പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുറച്ച് നേരത്തെ എന്നും ഇപ്പൊ സ്കൂൾ ബസ്സിലൊക്കെ ആയിരിക്കും എല്ലാവരും പോകുക, അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എങ്കിൽ പോലും കുറച്ച് സമയം മുമ്പ് തന്നെ അവരെ ഒന്ന് വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യിച്ച് ഇറക്കാൻ. അപ്പൊ പോകുന്ന നേരത്ത് ഇവരോട് ഹോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ, ഇൻസ്ട്രുമെന്റ് ബോക്സ് എടുത്തിട്ടുണ്ടോ, അതേപോലെ തന്നെ സ്കെയില്, പെൻസില്, 2-3 പെന്ന്, ഈ വക കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ എന്ന് പേരൻസ് അവരെ ഒന്ന് ഓർപ്പിക്കണം. അവർ ഓൾറെഡി എടുത്തിട്ടുണ്ടാകും. ഇപ്പൊ 10ാം ക്ലാസ് +2 എന്നൊക്കെ പറഞ്ഞാൽ അവർ കുറച്ചൊക്കെ കാര്യങ്ങൾ സ്വന്തം ചെയ്യാനായിട്ട് പ്രാപ്തിയുള്ള കുട്ടികളാണെങ്കിൽ പോലും ഉറപ്പായിട്ടും നമ്മൾ ഹോൾ ടിക്കറ്റ് എടുത്തോ എന്നുള്ള കാര്യം പേരൻസ് നിർബന്ധമായിട്ട് ചോദിക്കണം. അതിന് അവർക്ക് എക്സാം എഴുതാൻ എന്തൊക്കെ അക്സസറീസ് ആവശ്യമുണ്ടോ അതൊക്കെ എന്ത് ചെയ്യണം, അവർക്ക് അത് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് അടുക്കും ചിട്ടയോടുകൂടി അതൊക്കെ അവർ പേരൻസ് ഒന്നും കൂടെ ഓർപ്പിച്ച് അവരെ സ്കൂളിലേക്ക്. അവർ നേരത്തെ സ്കൂൾ ക്യാമ്പസിൽ ചെന്നുകൊണ്ട് കുഴപ്പമില്ല. ചില കുട്ടികൾ ഓടിക്കളിച്ച് വന്നിട്ട് നമ്പർ ബോർഡിൽ അവർ ഇട്ടിട്ടുണ്ടാകും. ഈ നമ്പർ പെട്ടെന്ന് തിരക്ക് പിടിച്ച് നോക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ ഓടി ഒരു ഹാളിൽ ചെന്നു, അവിടെ ആ നമ്പർ ഇല്ല, അടുത്ത ഹാളിലേക്ക് പോയി കുട്ടി ആ ടൈമിൽ തന്നെ ടെൻസ്ഡ് ആവും. അയ്യോ ഞാൻ ലേറ്റ് ആയോ, നോക്കുമ്പോൾ മറ്റു കുട്ടികളൊക്കെ എഴുതി തുടങ്ങി, ഞാൻ ലേറ്റ് ആയോ എന്നുള്ള ഒരു വിചാരം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആവരുത്. ഒരു അരമണിക്കൂർ മുമ്പ് ക്യാമ്പസിൽ പോട്ടെ, നമ്മുടെ രജിസ്റ്റർ നമ്പറൊക്കെ എവിടാന്ന് നോക്കി എക്സാം ഹാളൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് അവനൊന്ന് റിലാക്സ് ചെയ്ത്, അതിനുശേഷം എക്സാം തുടങ്ങുന്നതിന് മുമ്പായിരിക്കും എക്സാം ഹാൾ തുറക്കുക. അപ്പോൾ അവർ റിലാക്സ് ചെയ്ത് നമ്പറൊക്കെ നോക്കി കയറിയിരുന്നു. അപ്പൊ തന്നെ അവരെന്ത് ചെയ്യും, ആ സമയമൊന്നും പോയിട്ടില്ല, ഒന്ന് റിലാക്സ് ചെയ്തു. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അവരൊന്ന് പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയോടുകൂടി അവര്
കറക്റ്റ് ടൈമിന് തന്നെ എക്സാം എഴുതാൻ തുടങ്ങിയാൽ, ഇപ്പൊ വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവന് വിത്തിൻ ദാറ്റ് സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരിക്കലും അറിയാത്ത ഒരു ക്വസ്റ്റിന് കൂടുതൽ ടൈം നമ്മൾ കളയരുത്. കാരണം അറിയാവുന്ന ഒരു ക്വസ്റ്റിന് അപ്പുറത്തുണ്ടാകും, അറിയാത്ത ക്വസ്റ്റിന് വേണ്ടി നമ്മൾ ഇവിടെ കളയുന്ന സമയം അപ്പുറത്ത് നമ്മൾ അറിയുന്ന ക്വസ്റ്റ്യൻ എഴുതാനും നമുക്ക് മിസ്സാകും, അല്ലെങ്കിൽ നഷ്ടമാകും. അതുകൊണ്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് വേഗം ആൻസർ ചെയ്യാം. ഇപ്പൊ പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത്, എക്സാമിന്റെ നമ്മൾ ആൻസർ ഷീറ്റ് നമ്മൾ നീറ്റ് ആയിട്ട് വേണം പ്രസന്റ് ചെയ്യാൻ. ചില കുട്ടികൾ കാണാം ഫസ്റ്റ് ആൻസർ എഴുതി ആദ്യം തന്നെ അത് സ്ട്രൈക്ക് ചെയ്തിടും. അങ്ങനെ ചെയ്യരുത്. അത് വാല്യൂ ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ മൈൻഡിൽ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് ഹാൻഡ് റൈറ്റിംഗ് നല്ലതായിരിക്കണം. ക്വസ്റ്റ്യന്റെ നമ്പർ ഇടുന്നത് എപ്പോഴും മാർജിന്റെ പുറത്തായിരിക്കണം. ചില കുട്ടികൾ എന്താന്ന് വെച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ, വാല്യുവേഷൻ പോകുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഇത് ക്വസ്റ്റ്യന്റെ നമ്പർ ആണോ, ഇത് പോയിന്റിന്റെ നമ്പർ ആണോ, എന്താണെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആകും. അപ്പം മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ മാർജിന്റെ പുറത്തിടണം. സബ് പോയിന്റ്സ് വരുന്നത് മാർജിന്റെ ഉള്ളിൽ ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു പേപ്പർ എടുത്ത് നോക്കുന്ന ഒരു ടീച്ചർ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പേപ്പർ ആണെങ്കിൽ അത് വായിച്ചു നോക്കാൻ അവർക്ക് ക്ഷമയുണ്ടാകും. എന്തൊക്കെയോ ഈ കുട്ടിക്ക് അറിയാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവരുടെ മൈൻഡിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുകൊണ്ട് എക്സാം ആൻസർ ഷീറ്റ് ഒരിക്കലും കെയർലെസ് ആയിട്ട് നമ്മൾ എഴുതരുത്. നീറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഡയഗ്രാം വരയ്ക്കുക, പിക്ചർ വരയ്ക്കുക, അതൊക്കെ നീറ്റ് ആയിട്ട് വരച്ച് നല്ല കറക്റ്റ് ആയിട്ട് അതിന്റെ പാർട്ടൊക്കെ നമ്മൾ എഴുതി നല്ല നീറ്റ് ആയിരിക്കണം നമ്മൾ. അതേപോലെ തന്നെ എക്സാം കഴിഞ്ഞതിന് ശേഷം കഴിയാൻ പോകുന്ന ഒരു 5 മിനിറ്റ് മുമ്പ് ബെല്ലടിക്കും. ചില കുട്ടികളോട് നമ്മൾ ഒന്ന് പിൻ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ആൻസർ ബുക്ക്ലെറ്റ് ആയതുകൊണ്ട് അതിന്റെ പ്രശ്നം ഇല്ലെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അഡീഷൻ ഷീറ്റ് വാങ്ങുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അഡീഷൻ ഷീറ്റ് വാങ്ങുമ്പോൾ നിങ്ങൾ ആ നമ്പർ ഇടണം. നിങ്ങൾ പിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്നിന് പകരം നമ്മൾ 2 ആയിരിക്കും എടുക്കുക വെപ്രാളത്തിൽ. അപ്പം അതിന് മുമ്പ് ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഫുൾ എഴുതി തീർന്ന് ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ആൻസർ ഷീറ്റിന്റെ നമ്പറൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക, കറക്റ്റ് ആയിട്ട് ടാഗ് ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. ചില കുട്ടികൾ നമ്മുടെ ഈ പേപ്പർ ഇൻവിജിലേറ്റേഴ്സിന്റെ ഈ പേപ്പർ തന്നിട്ട് തിരിച്ച് ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അയ്യോ മിസ്സേ, ഞങ്ങൾ നമ്പർ ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ ആ പേപ്പറിന്റെ നമ്പർ മാറിപ്പോയി, ഒന്ന് തരുമോ? അപ്പൊ കുട്ടികളായതുകൊണ്ട് നമ്മൾ അത് പിന്നെ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് കുട്ടികളോട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ എക്സാം എഴുതുന്ന ടൈമിൽ നിങ്ങൾക്ക് വരുന്ന കുറച്ച് ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾ പരമാവധി എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഡിസ്ട്രാക്ഷൻസ് മീൻസ് ചില കുട്ടികളെ സംബന്ധിച്ച് എക്സാം എഴുതുമ്പോൾ ഒരുപാട് അവർക്ക് എന്തുണ്ടാവും, ടെൻഷൻസ് കുറേ അവർ എന്താ പറയാ പ്രസന്റ് ചെയ്യും. അതായത് ഫ്രീക്വന്റ് ആയിട്ട് വാച്ചിൽ നോക്കുക, പിന്നെ അതേപോലെ തന്നെ മറ്റുള്ള ശബ്ദങ്ങൾ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ആ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമുക്ക് വരുന്ന കുറേ ടെൻഷൻസിനെ ഒഴിവാക്കാൻ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി എന്ത് ചെയ്യുക, ഒഴിവാക്കാനുള്ള ഏതെങ്കിലും ടെക്നിക്കുകൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ടെൻഷൻസ് റെഡ്യൂസ് ചെയ്യാനുള്ള ഏതെങ്കിലും ടെക്നിക്കുകൾ, അതായത് നമ്മൾ കുറച്ചു നേരം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമ്മൾ കുറച്ച് സമയം നമ്മൾ കണ്ണടച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പം എക്സാമിന് പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇവർ ഓവർ ടെൻസ്ഡ് ആണ്. കുട്ടികൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, അവർക്ക് എഴുതാനൊക്കെ അറിയുന്നുണ്ടാവും. പക്ഷെ എനിക്കിത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഞാൻ തോറ്റു പോവോ, അതാണ് കുട്ടികളുടെ ഏറ്റവും വലിയൊരു ടെൻഷനായിട്ട് വരിക. നമ്മൾ എന്ത് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് കോൺസെൻട്രേറ്റഡ് ആവും, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മൈൻഡിലുണ്ടാവും, മറന്നു പോവില്ല. അപ്പോൾ ഓവറോൾ ആയിട്ട് ഒരു കുട്ടി എക്സാം ഹോളിൽ പോകുന്നതിന് മുമ്പ് ഞാൻ കോൺഫിഡൻ്റ് ആണ്, എനിക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റും. ചില കുട്ടികൾ പേടിച്ച് വിറച്ച് പോയി കഴിഞ്ഞാൽ ഉള്ളതും കൂടി എന്ത് ചെയ്യും, മറന്നു പോകും. ആ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു പ്രോബ്ലം അല്ലെ ഒരു ആൻസറിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ട്രൈ ചെയ്യുക. താങ്ക് യു മാം. ഇത്രയും സമയം നമ്മൾ ഇടയ്ക്ക് ചെറിയൊരു ഇന്റർനെറ്റിന്റെ ഇഷ്യൂസ് ഉണ്ടായി, ദയവായിട്ട് അത് ക്ഷമിക്കുക. നമ്മളോട് വളരെ പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ തയ്യാറാകണം, അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി വളരെ വിശദമായി നമ്മുടെ ശ്രോതാക്കൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മോടൊപ്പം ഫീബ ഓൺലൈനിൽ ജോയിൻ ചെയ്ത് നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തന്ന ബഹുമാനപ്പെട്ട റാണിക്കുട്ടി കെ.എൻ പ്രൊഫസർ മാമിനോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഒരു ബെസ്റ്റ് വിഷസ് പറയാനാണ്. പാരൻസിനോട് പറയാനുള്ളത്, പ്രത്യേകം കുട്ടികളെ നിങ്ങൾ കെയർ ചെയ്യണം. അതേപോലെ തന്നെ ടീച്ചേഴ്സ് കുറേ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളാണ്, നമുക്കറിയാം. അപ്പോൾ എല്ലാ എക്സാം എഴുതുന്നത്, അതായത് LKG തൊട്ടുള്ള കുട്ടികളാണെങ്കിലും എക്സാം തന്നെയാണ്. പക്ഷെങ്കിൽ 10ാം ക്ലാസ്സും +2 എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും
എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, അവരുടെ ഫ്യൂച്ചർ നന്നാവട്ടെ, എല്ലാവരും പഠിച്ച് മിടുക്കരായി നല്ല ഓരോ പൊസിഷനിൽ എത്തട്ടെ എന്നും കൂടെ ഞാൻ ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കും. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളെ വിളിക്കുക 9880221957. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ ഞങ്ങളുടെ ഇമെയിൽ ID ശ്രദ്ധിക്കുക, info@fibaonline.org.